എന്തു വേണം? ഞങ്ങൾ അപ്പുവിനെ കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. ഉണ്ട്, അവനെ നിങ്ങൾ ബലമായി തടഞ്ഞു വെച്ചിരിക്കുക. മര്യാദയ്ക്ക് അപ്പുവിനെ വിട്ടു തരുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. ഇവിടെ എന്റെ മകൾ അപൂർവേ ഉള്ളൂ. അവളെ നിങ്ങളൊപ്പം ഞാൻ വിടില്ല. മോളെ അതീ വയ്ക്കോ. ഇവര് പറയുന്നത് നീ കാര്യാക്കണ്ട. വയ്ക്കോ. അപ്പോ സ്വന്തം കൂട്ടത്തെ ഒറ്റയെടുത്ത് മതിയായില്ലേ നിനക്ക്? ഞാൻ വാ ഇവിടെ. ഇല്ല, ഞാൻ വരുന്നില്ല. എനിക്ക് ഇവിടെ നിന്നാ മതി. അത് നീയല്ല തീരുമാനിക്കുന്നത്. നീ അപൂർവയല്ല, അപ്പു ആണ്. അല്ല, ഞാൻ അപ്പു അല്ല, അപൂർവയാണ്. അതെ, അവൾ അപ്പു അല്ല, അപൂർവയാണ്. അല്ലെന്ന് പറഞ്ഞില്ലേ? നീ എത്ര വേഷം കെട്ടിയാലും അപൂർവയാകില്ല, അപ്പു ആണ്. ഇങ്ങോട്ട് വാ. നിങ്ങൾ എവിടേക്കാ പോകുന്നത്? മാറി നിൽക്കാനല്ലേ പറഞ്ഞു? മോളെ, അയ്യോ മോളെ പോവല്ലേ. അവരെ കൂടെ പോരുത്. അച്ഛനാ പറയുന്നത്, പോവല്ലേ. അയ്യോ, എന്താ പറ്റിയത്? അവര് നമ്മളെ മോളെ കൊണ്ടുപോരുന്നത് പറയിതാ. അവളെ കൊണ്ടുപോവല്ലേ. എന്തൊക്കെയാ പറയുന്നേ? താൻ കണ്ടില്ലേ? അവര് നമ്മളെ മോളെ കൊണ്ട് പോകുന്നത് കണ്ടില്ലേ? നോക്ക്, അതാ അവര് പോകുന്നത് കണ്ടില്ലേ? അവരോട് ചെന്ന് പറ കൊണ്ടുപോരുതെന്ന്. അവിടെയൊന്നും ആരും ഇല്ല. വിപിക്ക് വെറുതെ തോന്നുന്നതാ. വിപി അവിടെ കിടക്ക്. മാറങ്ങോട്ട്. അവരവളെ പിടിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതല്ലേ. അവരെന്നെ പിടിച്ചു തള്ളിയത് താൻ കണ്ടില്ലേ? അയ്യോ, ഞാൻ പോയി അവളെ കൊണ്ടുവരട്ടെ. എവിടെ പോവാ? എനിക്ക് രക്ഷിക്കണം മോളെ. വിപി അവിടെ ആരും ഇല്ല. വിപി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. എന്താ വിപി ഇത്? അവരവളെ കൊണ്ടുപോകും. ആര്? മോളെ, അവരുടെ കൂടെ പോവല്ലേ. അച്ഛനാണ് പറയുന്നത്. ഒന്ന് അടങ്ങ്. അല്ല, അവിടെ ആരും ഇല്ല. വിപി സ്വപ്നം കണ്ടതാ. അപൂർവ മോൾ ആരും കൊണ്ടുപോയിട്ടില്ല. അവൾ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ മോള് അവളിവിടെ ഉണ്ടെന്നോ? സത്യത്തിൽ ഇവിടെ ഉണ്ടോ? എന്റെ അപൂർവ മോൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല? ഇല്ല, അപൂർവയ്ക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. നമ്മുടെ മോള് റൂമിൽ തന്നെ ഉണ്ട്. സത്യമായിട്ടും നമ്മുടെ മോള് റൂമിലുണ്ടോ? ഉണ്ടെന്നേ. ഞാൻ പറഞ്ഞ വിപിക്ക് വിശ്വാസമല്ലേ? എന്നാ എനിക്കൊന്ന് കാണണം അവളെ. വേണ്ട, ഇപ്പൊ അവളെ കാണണ്ട. അവള് നല്ല ഉറക്കത്തില. അല്ല, എനിക്കൊന്ന് കണ്ടാ മതി. പറഞ്ഞത് കേട്ടില്ലേ? അവള് റൂമിലുണ്ടെന്നേ. പിന്നെ എന്തിനാ വിപിങ്ങനെ നിർബന്ധം പിടിക്കുന്നേ? അവള് റൂമിൽ സുഖമായിട്ട് ഉറങ്ങുക. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയാ അവൾക്ക് ഡിസ്റ്റർബൻസ് ആവും. ഡിസ്റ്റർബൻസ് ആവോ? എന്നാ വേണ്ട, അവളെ ഉണർത്തണ്ട. അപൂർവ മോള് സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. നമുക്ക് രാവിലെ കാണാലോ അല്ലേ? കാണാന്നേ. ഇപ്പൊ നമുക്ക് പോയി കിടക്കാം. അല്ല, അതിനു മുമ്പ് വാതിലൊക്കെ ലോക്ക് ചെയ്തൊന്ന് ഉറപ്പുവരുത്തണം. അവര് പിന്നെയും വന്നാലോ? ആരും വരില്ല. ദേ നോക്കിയേ, എല്ലാ വാതിലും ഞാൻ അടച്ചിട്ടുണ്ട്. ലോക്ക്ഡാ. വിപി വാ. എന്താ ശരി, വാ. ഹലോ. ഹലോ മാളു, താനെന്താ ഫോൺ എടുക്കായിരുന്നത്? താൻ ഉറങ്ങിക്കാണില്ലെന്നറിയായിരുന്നു. അരുൺ, താനെന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? എന്തിനാ വിളിച്ചതെന്നോ?
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ താൻ മറന്നോ? ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. ഇപ്പൊ തൻ്റെ വീടിന്റെ മുന്നിൽ നിന്നാ ഞാൻ വിളിക്കുന്നത്. ഞാൻ ദേ ഇപ്പൊ അങ്ങോട്ട് വരാൻ പോവാ തൻ്റെ അടുത്തേക്ക്. നോ, മര്യാദയ്ക്ക് താൻ തിരിച്ചു പോകുന്ന നല്ലത്. ഇല്ലെങ്കിൽ 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 താൻ എന്ത് ചെയ്യും? വീട്ടുകാരോട് പറയുമോ അതോ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുമോ? എനിക്കറിയാം താനിത് ആരോടും പറയാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് കൂടുതൽ ജാടയൊന്നും ഇറക്കാതെ താൻ വന്ന ആ ബാൽക്കണിയിലെ ഡോറൊന്ന് തുറന്നേ. എനിക്ക് തന്നോട് സീരിയസ് ആയിട്ട് അല്പം സംസാരിക്കാനുണ്ട്. എനിക്ക് താൻ പറയുന്നത് കേൾക്കണ്ടെങ്കിലോ? അരുൺ, തന്നോട് മര്യാദയ്ക്ക് മടങ്ങിപ്പോവാനാ ഞാൻ പറയുന്നത്. ആദ്യം താൻ ഞാൻ പറയുന്ന കേൾക്ക്. വന്ന് ഡോറ് തുറക്ക്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? അരുൺ, താനിപ്പോ മടങ്ങിപ്പോയില്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഉള്ളവരെ അറിയിക്കും. താൻ ആരെ വേണമെങ്കിലും അറിയിച്ചോ. പക്ഷെ അറിയിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോ, എന്നെ കുടുക്കിയിട്ട് ഡോക്ടറുമായിട്ട് സമാധാനത്തോടെ ജീവിക്കാന്ന് കരുതണ്ട. അതുകൊണ്ട് പറയുന്ന അനുസരിക്കുന്ന ആ മാളൂന് നല്ലത്. ഇന്ന് ഞാൻ പറയുന്ന അനുസരിച്ചാ പിന്നെ ഞാൻ ശല്യപ്പെടുത്താനേ വരില്ല. ഓക്കെ? അപ്പോൾ ഡോറ് തുറന്ന് നല്ല കുട്ടിയായിട്ട് എന്നെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഉടനെ എത്താം. ഓക്കെ? മാളവിക, വാതിൽ തുറക്ക്.
തുറക്കാനാ പറഞ്ഞേ? താൻ വാതിൽ തുറക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. മാളവിക, നോക്ക് മാളു, വെറുതെ ഇങ്ങനെ സമയം കളയാതെ നീ വാതിൽ തുറക്ക്. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് റിസ്കാ. വാതിൽ തുറക്ക്. ആരാന്ന് ചോദിച്ചേ? ആരാണത്? ആരാന്ന് ചോദിച്ചു? നീ പറയടാ. മുരളീട്ടാ, മുരളീട്ടാ, പറയടാ. ആരാടാ നീ? നീ എന്തിനാ ഇവിടെ വന്നേ? പറയടാ, നീ എന്തിനാ വന്നേന്ന്? നീയോ? നീ എന്തിനാണ് എന്റെ വീട്ടിൽ വന്നേ? പറയടാ, നീ എന്തിനാ എന്റെ വീട്ടിൽ വന്നേന്ന്? അങ്കിൾ പ്ലീസ്, ഒച്ച വെച്ച് ആളെ കൂട്ടരുത്. ആരെങ്കിലും അറിഞ്ഞാ അതിന്റെ നാണക്കേട് അങ്കിളിനും അങ്കിളിന്റെ ഫാമിലിക്കോ? എന്താ നീ പറഞ്ഞേ? സത്യമാണ് അങ്കിൾ. മാള് വിളിച്ചിട്ടാ ഞാനിപ്പോ വന്നത്. ചെറ്റത്തരം പറയുന്നോളാ. ചൂടാവണ്ട അങ്കിൾ, ഞാൻ പറഞ്ഞ സത്യമാ. സംശയം ഉണ്ടെങ്കിൽ അങ്കിൾ പോയി മോളോട് ചോദിക്കുക. എന്നിട്ട് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എന്തോന്ന് അശ്വതി, ടെറസിൽ എന്തോ വന്ന് വീഴുന്ന ഒച്ചയും ബഹളവും ഒക്കെ കേട്ടു. മുരളി എന്തിയേ? ആരോ വീടിന്റെ അകത്ത് കേറിയിട്ടുണ്ടമ്മേ. ടെറസിൽ നിന്ന് ആരോ മുറ്റത്തേക്ക് ചാടി ഓടി പോകുന്നതിന്റെ ശബ്ദം കേട്ടാ ഞാനും ഉണർന്നത്. എന്റെ ഭഗവാനെ, എങ്കിൽ അത് ഏതെങ്കിലും കള്ളന്മാരായിരിക്കുമെന്ന് ഉറപ്പാ. അവന്മാരെന്തെങ്കിലും കൊണ്ടുപോയി കാണുമോ ഇവിടുന്ന്? മുരളി എവിടെ? മുരളിയേട്ടനത് ആരാന്ന് നോക്കാൻ പോയിരിക്കുമായിരിക്കുന്നേ. അയ്യോ, മുരളിയേട്ടാ, എന്താ സംഭവം? വന്നത് വല്ലോ കള്ളന്മാരും മറ്റും ആണോ? ഞാൻ അടുത്തെത്തിയപ്പോഴേക്കും വന്നവൻ ഗേറ്റിയാടി ഓടിക്കളഞ്ഞു. എന്താമ്മേ, എന്തു പറ്റി? നീ ഇതൊന്നും അറിഞ്ഞില്ലേ മാളു? ഇവിടെ ഏതോ ഒരു കള്ളൻ കേറി. ഭാഗ്യത്തിന് ശബ്ദം കേട്ട് ഞങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും അവൻ മതില് ചാടി രക്ഷപ്പെട്ടു. എന്റെ ദൈവമേ, ഈ ഏരിയയിൽ കള്ളന്മാരുടെ ശല്യം ഇല്ലെന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ വന്ന് വന്ന് ഇവിടെയും കള്ളന്മാരുടെ കോട്ടയായി മാറിയോ? എങ്ങനെ സമാധാനത്തോടെ പെരക്കകത്ത് കിടന്ന് ഉറങ്ങും ഭഗവാനെ? ഇടി, നീ മിഴിച്ചു നോക്കി നിൽക്കാതെ അവന്മാരെന്തെങ്കിലും കൊണ്ടുപോയെന്ന് നോക്ക്. ഇല്ലമ്മേ, വന്നവൻ അവന്റെ ഉദ്ദേശം നടപ്പിലാക്കാൻ പറ്റില്ല. അവൻ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണർന്നുകൊണ്ട് അവന് വെറും കൈയോടെ പോവേണ്ടി വന്നു. സാരമില്ല, എന്നെങ്കിലും ഒരിക്കൽ കൈ വന്ന് വീഴും. അന്ന് നമ്മൾ അവനെ പിടിച്ച് കൈയോടെ പോലീസിൽ ഏൽപ്പിക്കും. മാളു, വന്നവൻ നിന്റെ മുറിയുടെ അടുത്ത് നിന്നാണല്ലോ പാരപ്പറ്റിലേക്ക് ചാടി വീണ് ഓടിയത്. എന്നിട്ട് നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലച്ചാ, ഞാൻ നല്ല ഉറക്കമായിരുന്നു. എന്തോ ശബ്ദം പോലെ കേട്ടിരുന്നു, പക്ഷെ നല്ല ഉറക്കത്തിലായതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അങ്ങനെ വരട്ടെ കാര്യങ്ങള്. രാത്രി ജോബിനെ വിളിക്കാനായിട്ട് ടെറസിലേക്ക് ഇറങ്ങി ഇവള് സംസാരിച്ചു കാണും. തിരിച്ചു കയറിയപ്പോ ഇവള് കഥവ് കുറ്റിയിട്ടിട്ടുണ്ടാവില്ല. മോഷ്ടിക്കാൻ വന്നവന് ഏണി ചാരി കൊടുത്തതുപോലെ ആയല്ലോ ഇത്. നീ ബാൽക്കണിയിലേക്കുള്ള റൂം ലോക്ക് ചെയ്തിരുന്നോ മാളു? ഇല്ലച്ചാ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. ഞാൻ ഡോർ ലോക്ക് ചെയ്തിട്ട് തന്നെയാ കിടന്നത്. ഒരു കാര്യം ചെയ്യ്, ഇനി നീ ആ റൂമിൽ തനിച്ച് കിടക്കണ്ട.
മുത്തശ്ശി കൂടി വന്ന് കിടക്കട്ടെ, അതാ സേഫ്. ആ അത് ഞാൻ നേരത്തെ ഇവളോട് ചോദിച്ചതാ, പേടിയുണ്ടെങ്കിൽ ഞാൻ കൂടി വന്ന് കിടക്കാന്ന്. അന്നേരം ഇവളെന്നെ കളിയാക്കി വിട്ടു. എത്രയോ നാള് തനിച്ചു കിടന്ന റൂമാണ്, അങ്ങനെ പേടിയൊന്നും ഇല്ലെന്നും പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? മുത്തശ്ശി വന്ന് കിടക്കാന്ന് പറഞ്ഞതല്ലേ, പിന്നെ നീ എന്താ അത് വേണ്ടാന്ന് വെച്ചത്? അല്ല, ഞാനത് മുത്തശ്ശിക്കൊരു ശല്യം ആവണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. മുത്തശ്ശിയും കൂടി നിന്റെ റൂമിൽ അക്കോമഡേറ്റ് ചെയ്യുന്നോണ്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ മാളു. ഇല്ലമ്മേ, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഹ, എന്നാലും മൂട്ടിക്കാൻ വന്നവൻ നമ്മുടെ വലയെന്ന് ചാടിപ്പോയല്ലോ. സാരമില്ല, അവരെ എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടും. അന്ന് ഇന്നത്തെ പലിശ തീർത്തു കൊടുക്കണം, അതാ വേണ്ടത്. മോള് വാ, നമുക്ക് പോയി കിടക്കാം. ഓഹ്, ഇനി ചെന്ന് കിടന്നാലും ഉറക്കം വരുമോ എന്തോ. വാ മോളെ. എന്തു പറ്റി? എന്തെത്ര ആലോചിക്കാൻ? വാ കിടക്കാം. ചിലപ്പോ ഇനി അവൻ വരാൻ ചാൻസ് ഉണ്ടെങ്കിലോ? ഏയ്, എന്തായാലും ഒരിക്കൽ കൂടി അവൻ ഇനി വരില്ല, അതുറപ്പാ. നീ വാ. ഗീത, ഗീത, ഇതെവിടെയാ ഗീത? ഗീത, ഇതെവിടെ പോയി കിടക്കുന്നു? ഗീത, 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 ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? അമ്മ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കോ. ഗീത, 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 ഓയ്, ഗീത. വെറുതെ ഒച്ച വെച്ചിട്ട് കാര്യമില്ല. അമ്മ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ? അമ്മ ബിപിയുടെ ഡോക്ടറെ കാണാൻ പോയിരിക്കുക. ഇറങ്ങാൻ നേരത്ത് ബിപി നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ടാ പറയാതെ പോയത്. മടങ്ങി വരാൻ ഇനിയും കുറച്ച് സമയം എടുക്കും. ദാ ബിപി ചായ കുടിക്ക. വേറെന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടെന്നേ. ആരോടൊന്നും പറയാതെ ഇറങ്ങി അങ്ങ് പോയേക്ക. എവിടുന്ന വലിഞ്ഞു കയറി വന്നവരൊക്കെ കിച്ചണിൽ കയറി അങ്ങ് നിരങ്ങുക. ഇതൊക്കെ ഇതൊക്കെ എവിടുത്തെ മര്യാദയാ? വന്ന് വന്ന് ഒന്നിനൊരു വ്യവസ്ഥ ഇല്ലാതെ ആയിരിക്കുന്നു. ഇങ്ങ് വരട്ടെ, ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. വേണ്ട വേണ്ടാന്ന് വെക്കുന്നവരും അഹങ്കാരം കൂടി കൂടി വരിക. ശരിയാവില്ല, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഹലോ, എന്താ ഇപ്പൊ ബിപിയുടെ പ്രശ്നം? അമ്മ പറയാതെ പോയതാണ് പ്രശ്നമെങ്കിൽ അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. ബിപി നല്ല ഉറക്കത്തിലായതുകൊണ്ട് ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയാ പറയാതെ പോയത്. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ ഇറിറ്റേറ്റ് ആവുന്നേ? ദാ ഈ ചായ എടുത്ത് കുടിക്ക. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് വേണ്ടത് ഉണ്ടാക്കി കഴിക്കാൻ എനിക്കറിയാം. കണ്ണി കണ്ടവരെന്ന് എന്നെ സഹായിക്കാൻ വരണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അതെ, ബിപി എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ, എന്നിട്ട് ശരിക്കൊന്ന് ഓർത്തു നോക്കിയേ ഞാൻ ആരാന്ന്. അപ്പൊ ബിപിക്ക് മനസ്സിലാവും ഞാൻ കണ്ണി കണ്ടവനും വഴിയെ പോയവനൊന്നും അല്ലാന്ന്. ആരായാലും എന്നോട് മിണ്ടുന്ന എനിക്ക് ഇഷ്ടമല്ല.